Namaste, welcome to our channel. Wheel of Fortune 7 Tarot. See, നമ്മളിവിടെ റോസ് കോട്സ് ബ്രേസ്ലെറ്റ് ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അത് കുറച്ച് രീതിയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം. ഓൾറെഡി കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ചെയ്തപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ക്രിസ്റ്റൽസിനൊക്കെ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ക്ലയൻസൊക്കെ വരുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, അപ്പോൾ ഞാൻ ചെയ്യാറുണ്ട് ബ്രേസ്ലെറ്റ്സ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊതുവേ യൂട്യൂബിലൊന്നും ബ്രേസ്ലെറ്റ്സിനെ കുറിച്ച് പറയാത്തത്. റോസ് കോഡ്സ് കുറച്ചുണ്ടാവും, ചെയ്തതിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ മണി മാഗ്നറ്റ് ആയിരുന്നു, അത് ഞാൻ ചെയ്തത്, അത് കഴിഞ്ഞു. ഇനി ഇതുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ക്ലയൻസൊക്കെ ചെയ്തു തരാം, എനർജീസൊക്കെ ചെയ്തു തരാം. ഓക്കെ, നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജീസാണ് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. സി, ഐ തിങ്ക് ഈ ഒരു റിലേഷൻ ഇവിടെ ഒരു ബാലൻസ് ഇല്ലായ്മ ഒരു എനർജിയിലാണ് നിൽക്കുന്നുള്ളത്. ലൈക്ക് ബാലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ധാരണക്കുറവ്, അല്ലെങ്കിൽ ലൈക്ക് എന്താ പറയുക, ഒരു ബാലൻസ് ഇല്ല. അതാണ് മെയിൻ കാര്യം. ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ റിലേഷൻ എന്താണ്? നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത്. ലൈക്ക് എന്താ കണ്ടില്ലേ, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് കണ്ടില്ലേ, സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ലൈക്ക് ആ കുതിര അതുപോലെ തന്നെ നിൽക്കുകയാണ്, സ്റ്റക്ക് അടിച്ച്. അത് മൂവ് ചെയ്താലേ ഉള്ളൂ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇതിൻ്റെ മുകളിലുള്ള വ്യക്തിക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ കുതിര മീൻസ് മൈൻഡാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മൈൻഡിൻ്റെ എനർജീസാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റിലേഷൻ ഇങ്ങനെ എന്താ പറയുക, മൈൻഡ് എന്നുള്ളൊരു എനർജിയിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. മൈൻഡ് പറഞ്ഞ് വേണ്ട, ഇപ്പോൾ പോകണ്ട, അല്ലെങ്കിൽ ഒരു കണക്ഷനിൽ ബാലൻസ് ചെയ്യണ്ട എന്നുള്ള രീതിക്ക് മൈൻഡ് പറയുമ്പോൾ ഹേർട്ടിന് ആഗ്രഹം ഉണ്ടെങ്കിലും ആൾ ഓക്കെ ഫൈൻ, ഇമോഷൻസ്, ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഹേർട്ടിന് ആഗ്രഹം, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം, അല്ലെങ്കിൽ നിങ്ങളോട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കണം തന്നെയാണ്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം തന്നെയാണ്. പക്ഷെ മൈൻഡ് എന്താണ്, ലൈക്ക് നോ, വെയിറ്റ് ചെയ്യുക. സിക്സ് ഓഫ് ഹാൻഡ്സ്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ന്യൂ ആയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി എൻട്രി ചെയ്തിട്ടുണ്ടാവും. ആ ഒരു വ്യക്തിയുടെ എനർജീസ് അറിയാനായിട്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. ലൈക്ക് ആ ഒരു വ്യക്തി എങ്ങനെയാണ്, ഓൾഡ് പേഴ്സണെ പോലെ തന്നെയാണോ, അതോ ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുമോ, മാരേജ് പ്രപ്പോസൽസ് തരുമോ എന്നൊക്കെ ഉള്ളതൊക്കെ അറിയാനായിട്ടായിരിക്കും നിങ്ങളവിടെ ചെക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ, സി, ഫോർ സം ഓഫ് യു എനിക്ക് തോന്നുന്നു നിങ്ങളിവിടെ എന്തോ ഒരു മാരേജ് പ്രപ്പോസൽസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആ ഒരു മാരേജ് പ്രപ്പോസൽസിൽ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് അറിയാനായിട്ടായിരിക്കും നിങ്ങൾ നോക്കുന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി റിലേഷൻ ഉണ്ട്, ഒരു റിലേഷൻ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയായിട്ട് മാരേജ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ആക്ഷൻ കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ മാരേജ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ എനർജീസ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ എനർജീസാണ് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആളെങ്ങനെയാണ്, ആളുടെ ക്യാരക്ടർ എങ്ങനെയാണ്. ഓൾറെഡി ആ ഒരു വ്യക്തി നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് അവർക്ക് പാസ്റ്റിലൊരു റിലേഷൻ ഉണ്ടായിരുന്നു, അതിലൊരു ട്രോമ ഉണ്ടായിരുന്നു, അതിന് ഞാൻ മൂവ് ഓൺ ചെയ്തിട്ടേ ഉണ്ടായുള്ളൂ എന്നുള്ളൊരു എനർജീസൊക്കെ ആളും പറഞ്ഞിട്ടുണ്ടാവും. അല്ല നിങ്ങൾ ആയിരിക്കും ഈ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുള്ളത്, ലൈക്ക് എനിക്കൊരു റിലേഷൻ ഉണ്ട്, അതിന് ഞാൻ മൂവ് ചെയ്തു, ഇപ്പം പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ള എനർജിയിൽ പുതിയ മാരേജസ് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു റിലേഷൻ മാരേജിലേക്ക് വരണമെന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ എന്നുള്ള രീതിക്ക് റിലേഷനിലേക്ക് വന്നെത്തിച്ചേർന്നത് എന്നൊക്കെ നിങ്ങളായിരിക്കും, അല്ല ഒരു വ്യക്തിയായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവും. ഐ ഡോണ്ട് നോ വൈ. പക്ഷേ അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇത് ഒരാളുടെ എനർജീസാണ്. നിങ്ങൾക്കുള്ള എനർജീസ് ഇതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി വിട്ടേക്കുക. ബാക്കിയുള്ള എനർജീസ് നിങ്ങൾ കേൾക്കാനായിട്ട് അത് റെസനേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസ് പ്രസൻ്റ്ലി എനിക്ക് തോന്നുന്നു ഓൾ എനർജീസാണ്, നമ്മൾ ജനറൽ എനർജീസാണ് പറയുന്നുള്ളത്. ലൈക്ക് നിങ്ങളിപ്പം ഭയങ്കരമായിട്ടും സ്പിരിച്വൽ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ അടിപൊളിയാണ്. കാരണം നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഓരോ ഈ കണക്ഷനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളെ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് പക്കയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് ആ ഒരു വ്യക്തി വളരെയധികം ഡൗൺ ആണ്, ആൾക്ക് ഭയങ്കര സങ്കടമാണെന്ന് തോന്നുന്നു എന്നുള്ളൊരു തോട്ട്സൊക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയലൈസ്, അതായത് ആ ഒരു വ്യക്തിയുടെ ആ ഒരു എനർജി നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതായത് മിററിങ് എനർജി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ലൈക്ക് ആ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്തത്. കാരണം നിങ്ങളുടെ എനർജീസ് ഹൈ വൈബ്രേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ കരിയറിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, വേറൊരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്ക് കരിയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കരിയറിൽ ഫോക്കസ് ചെയ്യണം. ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും എക്സാംസ് എഴുതുന്നുണ്ടാവാം, അതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ GCT PSC അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു എനർജീസൊക്കെ ആയിരിക്കും. എന്തായാലും അതിലേക്കാണ് നിങ്ങളുടെ ഫോക്കസ് ഫുള്ളും. ബിക്കോസ് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഈ റിലേഷനിൽ നിങ്ങൾ ലേൺ ചെയ്തിട്ടുള്ള ലെസൺ, ലൈക്ക്
എത്രമാത്രം ഞാൻ ഇൻവെസ്റ്റ് ചെയ്താലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് എന്നോടൊരു ഇതുമില്ല. ലൈക്ക് ഹീ ഈസ് ലൈക്ക് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പം എൻ്റെ കാര്യം നോക്കിയില്ലെങ്കിൽ കാര്യം ചിന്താപാത, അല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു തോട്ട്സ് നിങ്ങൾക്ക് വന്നുകൊണ്ട് നിങ്ങൾ നൈസായിട്ട് നിങ്ങളിപ്പോൾ കരിയറിൽ ഫോക്കസ് ചെയ്യണം. വാട്ടെവർ നിങ്ങൾ ജോബിലായിരിക്കാം ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്നുള്ളത്. കൂടുതലായിട്ട് നിങ്ങൾ എപ്പോഴും ബിസി ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. ലൈക്ക് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പോലുമുള്ള നേരം ഉണ്ടാവില്ല, അത്രയും ബിസി ആയിരിക്കാം നിങ്ങൾ. ഓക്കെ, സീസ് ഓഫ് വാൻസിൻ്റെ എനർജീസ്, സീസ് ഓഫ് സോർട്സിൻ്റെ എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. സോ ഏസ് ഓഫ് വാൻസിൻ്റെ എനർജീസ് എന്താണ് പറയുന്നത്? ഏസ് ഓഫ് വാൻസും ഏസ് ഓഫ് സോർട്സും ഒക്കെ ന്യൂ ബിഗിനിങ്ങിനെ കാണിക്കുന്ന കാർഡ്സുകളാണ്, റീയൂണിയൻ കാർഡ്സുകളാണ്. സോ ഈ ഒരു വ്യക്തിക്കും ആഗ്രഹമുണ്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം. പക്ഷേ ഇത് ഡിസയർ മാത്രമായിട്ടാണ് ഇവിടെ നിൽക്കുന്നുള്ളത്. ഡിസയർ എന്നുള്ളൊരു എനർജി എന്താണ്? ആ ഒരു എനർജിയെ നമുക്കൊരു ആക്ഷൻ ഫോമിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാലായിരിക്കും അവിടെ നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ ഒരു ആക്ഷൻ്റെ എനർജീസ് സോഴ്സിൻ്റെ എനർജിയിലേക്ക് കൊണ്ടുവരുമ്പോഴായിരിക്കും അതെപ്പോഴും ഒരു പെൻറ്റാക്കിൾ ഫോമിലേക്ക് ആവുന്നത്, അല്ലെങ്കിൽ ഒരു സോളിഡ് ഫൗണ്ടേഷൻ, ഒരു ബാലൻസ് എന്നുള്ളൊരു എനർജിയിലേക്ക് വരുന്നുള്ളത്. ബട്ട് ഈ ഒരു വ്യക്തി അതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൈൻഡ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ സ്റ്റക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് നിൽക്കുന്നുള്ളത്. ബട്ട് ഈ ഒരു വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട്, ലൈക്ക് പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് നിങ്ങൾക്കൊരു മാരേജ് പ്രപ്പോസൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം, ഈ റിലേഷനിലൊരു ഗ്രോത്ത് കൊണ്ടുവരണം എന്നൊക്കെ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ ആൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഐ തിങ്ക് ഇവിടെ മെൻ്റൽ ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വ്യക്തിക്ക് മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ഇപ്പോൾ ഈ ഒരു കണക്ഷൻ ആണെങ്കിലും ഈ ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്നുള്ളത്. ഓക്കെ, ലൈക്ക് ഈ ഒരു വ്യക്തിയുടെ ചില സമയത്ത് ഈ ഒരു വ്യക്തി ചിന്തിക്കും നിങ്ങളിങ്ങനെ ഇവരുടെ അടുത്തേക്ക് ചെല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയോ, നിങ്ങളിങ്ങനെ വേറെ നിങ്ങളുടെ റിലേഷനിലാണോ, അതുകൊണ്ടാണോ ഈ ഒരു വ്യക്തിയെ മൈൻഡ് ചെയ്യാത്തത്, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്തത്. പക്ഷേ നിങ്ങൾ ഓൾറെഡി നിങ്ങളല്ല ഇപ്പോഴുള്ള നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്, നിങ്ങളുടെ എനർജിയിൽ ഒത്തിരി ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഓൾഡ് എനർജിയിൽ നിൽക്കാനായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് കാണാം. ലക്കി ഈസ് ഓൺ യുവർ സൈഡ്. നിങ്ങളൊരു റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങളിപ്പം നിങ്ങൾക്ക് അറിയത്തില്ല ഈ റിലേഷനിലോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് ടോട്ടലി നിങ്ങൾ ഡിവൈന് സറണ്ടർ ചെയ്തേക്കാണ്. അപ്പം നിങ്ങളിപ്പം എന്ത് ഡിവൈന് സറണ്ടർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കാര്യം നോക്കി സെൽഫ് ലോക്ക് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഫേവറിൽ ഈ ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് ഒരു ആക്ഷൻ വരും എന്നാണ് പറയുന്നത്. സോ ലക്ക് ഈസ് ഓൺ യുവർ സൈഡ്. നിങ്ങളുടെ സൈഡിലാണ് ലക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വറീഡ് ആവേണ്ട ആവശ്യമില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ്, ഫോർത്ത് പാർട്ടി സിറ്റുവേഷൻസ് ആണെന്നൊക്കെ ഓർത്ത് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു ആൻഡ് യുവർ ലവ്ഡ് വൺ ആർ സേഫ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും, അതായത് രണ്ടുപേരും ഡിവൈൻ്റെ കളികളിൽ സുരക്ഷിതമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡൗൺ ആവുകയോ വറീഡ് ആവുകയോ ഈ റിലേഷൻ ഇനി പോകുമോ, ഇത്രയും നാളും കോൺടാക്ട് ചെയ്തിരിക്കുന്നുണ്ട്, ഈ റിലേഷൻ ഇനി പോകുമോ എന്നുള്ളൊരു തോട്ട്സിലേക്കൊന്നും ഇരിക്കേണ്ടെന്നാണ് ഡിവൈൻ ഇവിടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് തരുന്നത്. യൂണിവേഴ്സ് അതാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളത്. ഓക്കെ, സോ ഇനി ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി വരും, കാരണം ഇവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. മനുഷ്യൻ്റെ മനസ്സല്ലേ എപ്പോഴും ഒരു സ്റ്റേബിളായിട്ടിരിക്കണം എന്നില്ല. സ്റ്റേബിളായിട്ടിരിക്കുന്ന ആളുകൾക്ക് കറക്റ്റ് ഡിസിഷൻ മേക്കിങ്ങും ഉണ്ടാവില്ല. സോ അവർ എനർജീസ് സ്കില്ലും ഉണ്ടാവില്ല. അവർ എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ. സോ യു ആർ ഗുഡ് എനഫ്. ഇറ്റ് മീൻസ് വെർഗോ എനർജീസാണ്. Taurus, Virgo, Capricorn, Earth sign. Okay, and Aries, Leo, Sagittarius, fire sign. Cancer, Scorpio, Pisces, water sign. Gemini, Libra, Aquarius, air sign. So ഈ എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത് ഏറ്റവും കൂടുതലായിട്ട്. ലൈക്ക് അപ്പോൾ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട്, ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, ലൈക്ക് എന്നെ കാണാൻ കൊള്ളൂ, എന്നെ കഴിഞ്ഞ് നല്ല പ്രപ്പോസൽസ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിക്ക് കിട്ടുമല്ലോ, എന്നെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യം ആൾക്കില്ലല്ലോ, ആൾക്ക് നല്ലൊരു പൊസിഷൻസ് ഉണ്ട്, നല്ലൊരു പ്രൊഫഷനുണ്ട് എന്നുള്ള രീതിക്കൊക്കെ നിങ്ങൾ കാണാൻ നല്ലതാണ്. അങ്ങനെയൊക്കെ നമ്മളുടെ ഇടയിൽ ഒരു ചെറിയ ചെറിയ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകുമല്ലോ. സോ ആ ഒരു ഇൻസെക്യൂരിറ്റീസ് ആവശ്യമൊന്നുമില്ല എന്നാണ് ഡിവൈൻ ഇവിടെ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ഗുഡ് ഇനഫ്. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ നല്ലത് ചിന്തിക്കാനാണ് പറയുന്നുള്ളത്. സോ ഇൻസെക്യൂരിറ്റീസിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ടെൻഷൻ്റെ ആവശ്യമില്ല. സവർ എനർജിയിൽ നിങ്ങളിരിക്കുക. ഓക്കെ, സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ബെൽ ഐക്കൺ ഡോണ്ട് ഫോർഗെറ്റ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. താങ്ക് യു.